ഹായ് ഫ്രണ്ട്സ്. ഒന്ന് രണ്ട് ദിവസം മുമ്പേ ചില സ്കൂളുകളിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനല്ല, ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, കാരണം അവിടെ എക്സ്പീരിയൻസാണ് കിട്ടിയിരിക്കുന്നത് അവർക്ക്. അതായത് സ്കൂളുകൾ 10th കഴിഞ്ഞിട്ട് 10th എക്സാം നടക്കുന്നതേ ഉള്ളൂ, പൂർത്തിയാക്കിയിട്ടില്ല. +1 അഡ്മിഷന് വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട് പല സ്കൂളുകളെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഈ ഗെയിം കളിക്കുന്ന സ്കൂളുകളാണ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരാണ് റെപ്യൂട്ടഡ് സ്കൂൾ എന്നുള്ള രീതിയിലാണ് കുറേ സ്കൂളുകളുള്ളത്. കേരളത്തിൽ മൊത്തമുണ്ട്, അത് ഇന്ത്യ മൊത്തമുള്ളിടത്ത് തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഡൊണേഷൻ മേടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഫീസ് അതൊന്നും കുഴപ്പമില്ല. കാരണം അവർ നല്ല സർവീസ് കൊടുക്കുമ്പോൾ നല്ല ടീച്ചേഴ്സിന് വയ്ക്കണമെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം, അതിൻ്റെ ആവശ്യമാണ്. പക്ഷേ കുട്ടികളിൽ ഒരു അഡ്മിഷൻ ടെസ്റ്റ് എന്നും പറഞ്ഞ് വളരെ നേരത്തെ തന്നെ അവർ നടത്തുകയാണ്. കാരണം സ്കൂളിലെ 10th എക്സാം കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ +1 ഒരു സ്കൂളിൽ നിന്ന് മാറി മറ്റൊരു സ്കൂളിലോട്ട് പോകുമ്പോൾ ആ സ്കൂൾ ഒരു അഡ്മിഷൻ ടെസ്റ്റ് നടത്തുന്നു. അതായത് 10th എക്സാം പോലും കഴിയുന്നതിന് മുമ്പേ തന്നെയാണ്. ആ സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് അവർ പറയാറില്ല, എത്ര ഡിവിഷൻ ഉണ്ടെന്നൊന്നും പറയാറില്ല, അതിൽ എത്രയെങ്കിലും കുറച്ച്. അപ്പം അവർ സ്വാഭാവികമായിട്ട് ആ സ്കൂളിൽ നിന്നും ഇപ്പോൾ ഏകദേശം ഒരു 40 സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിന്നും ഏകദേശം ഒരു 5-6 സ്റ്റുഡൻസ് അവിടെ നിന്ന് മാറിപ്പോയെന്നിരിക്കട്ടെ മറ്റൊരു സ്കൂളിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു ശരിക്കും CBSE ആണെങ്കിൽ സ്റ്റേറ്റിൽ പോകാം, അല്ലെങ്കിൽ മറ്റേ ICSE ആണെങ്കിൽ CBSE വരാം, അല്ലെങ്കിൽ അത് സ്റ്റേറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു കരിക്കുലത്തിലോട്ട് കയറിപ്പോകാം. പക്ഷേ ആ 5-6 വേക്കൻസി പോകുന്ന എപ്പോഴാണെന്നുള്ളത് ഇവർ പറയത്തില്ല. കാരണം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടേ ഈ സ്റ്റുഡൻസും അവരുടെ പേരൻസും ഒക്കെ നിശ്ചയിക്കത്തുള്ളൂ. പക്ഷേ ആ വേക്കൻസിയിൽ മാത്രമേ ഇവർക്കത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ആ ബോർഡിൻ്റെ കൺകറൻസും അവരുടെ അഫിലിയേഷനും അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ പെർമിഷനും ഒക്കെ വേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള സ്കൂളുകളുടെ അകത്ത് ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിൽ ഇവർ പല സ്കൂളുകളിൽ നിന്നുള്ള പിള്ളേരെ എക്സാമിനേഷന് വേണ്ടി, റിട്ടൺ ടെസ്റ്റിന് വേണ്ടി ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലതൊക്കെ വന്ന് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയും. അവർ ഈ കുട്ടികളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ മേടിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവർ ടെസ്റ്റും നടത്തും. അപ്പോൾ ഒരു ടെസ്റ്റിന് നടത്തുന്ന സമയത്ത് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുട്ടികളുടെ നിന്ന് മേടിക്കുന്നത് ഒരു 300 മുതൽ 500 രൂപ വരെയാണ്. ആ 500 റുപ്പീസോളം മേടിക്കുന്ന ഒരു സ്കൂള് അത് കഴിഞ്ഞിട്ട്, ടെസ്റ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറയുകയാണ്, റിസൾട്ട് വരുമ്പോഴത്തേക്കും യു ആർ നോട്ട് ക്വാളിഫൈഡ്, നിങ്ങൾ ക്വാളിഫൈഡ് അല്ല ഞങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ക്വാളിഫൈഡ് അല്ല എന്ന് ആ കുട്ടിയെടുത്ത് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താവ് പറയുന്നു. ഓക്കെ, ക്വാളിഫൈഡ് അല്ല എന്ന് തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല. കാരണം അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അവർക്ക് എല്ലാത്തിനും A+ അല്ലെങ്കിൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയോ അങ്ങനെ. കാരണം ആകെപ്പാടെ അത്ര വേക്കൻസി ഉള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ട് അത്രേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിവിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നെങ്കിൽ അത്രയും സ്റ്റുഡൻസിനെ പറ്റത്തുള്ളൂ. ഇത്രയും കണക്കിന് 100 കണക്കിന് ആൾക്കാർ കുട്ടികൾ വന്നിട്ട് അത് കൊടുക്കാനും പറ്റത്തില്ല. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇവർ എന്തുകൊണ്ട് ക്വാളിഫൈഡ് ആയില്ല എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ ഇവർ എക്സാം എഴുതിയല്ലോ, ആ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ടിൻ്റെ അകത്ത് എത്ര സ്കോർ കിട്ടിയെന്നുള്ള ഒരെണ്ണം മേടിക്കാനുള്ള അവകാശം ഈ കുട്ടികൾക്കോ അവരുടെ രക്ഷകർത്താക്കളോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും അങ്ങനെ വിശ്വസിക്കും. കാരണം 500 രൂപയോളം കൊടുത്തു, ഒരു എക്സാം എഴുതി, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തും ഞാൻ ക്വാളിഫൈഡ് അല്ല, അല്ലെങ്കിൽ എനിക്ക് ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, എലിജിബിലിറ്റി കിട്ടിയില്ല, അല്ലെങ്കിൽ ആ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ളത് ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ അവരുടെ പേരൻസും മനസ്സിൽ വെച്ചിരിക്കണം. എന്നിട്ട് ആ സ്കൂളുകളിൽ നിങ്ങൾ ചോദിക്കണം, എൻ്റെ സ്കോർ കാർഡൊന്ന് തരാൻ പറ്റുമോ? കാരണം യു ഹാവ് ഗിവൺ എത്രയാണ് 500 റുപ്പീസോളം നിങ്ങൾ ആ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഏറ്റവും കുത്തഴിഞ്ഞ് കിടക്കുന്ന സംഭവമാണെങ്കിൽ പോലും ഒരു PSC ടെസ്റ്റ് എഴുതുവാണെങ്കിലും അതിൻ്റെ അകത്ത് എത്ര സ്കോർ ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റും, ശരിയല്ലേ? പക്ഷേ ഇത് അഡ്മിഷൻ ഫീസ് 500 രൂപയോളം മേടിച്ചിട്ട് ആ സ്കൂളിൽ അവർ ഒറ്റ വാക്കിൽ യു ആർ നോട്ട് ക്വാളിഫൈഡ് എന്നുള്ളൊരു വാക്ക് മാത്രം നിലനിർത്തിയിട്ട് അവർ ഒരു ഡീറ്റെയിൽസും കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും അതിൽ ഒരു വലിയ ചതിയാണുള്ളത്. ചതി മാത്രമല്ല, അവർ ചീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ചതിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്ക് ഈ മാർക്കിൻ്റെ സ്കോർ അറിയാനുള്ള, അവർ സ്കോർ ചെയ്തിരിക്കുന്ന എത്രയാണെന്നുള്ളത് അറിയാനുള്ള അവകാശമുണ്ടെന്ന് ഈ സ്കൂൾ അധികൃതർ അത്
ഒന്ന് മനസ്സിലിരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവർ കൊടുക്കട്ടെ, അവരതനുസരിച്ച് അവർ മറ്റൊരു സ്കൂളിലോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് പൊയ്ക്കോട്ടെ. അവരുടെ ഈ എക്സാമിനേഷൻ എഴുതിയ പേപ്പറൊന്നും കൊടുക്കണമെന്ന് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് സ്കോറെങ്കിലും പറയണ്ടേ. അപ്പം 100-ൽ അവർക്ക് 50 സ്കോർ കിട്ടിയില്ലെങ്കിൽ ബാക്കി 50 എന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ഇനി എത്ര സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് അവർ മനസ്സിൽ ചിന്തിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ചിന്തിക്കും. കാരണം ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പോകാനുള്ളതാണ് അവർ പലതും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്കൂളുകളിൽ എക്സാം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഈ സ്കോർ എത്രയാണെന്നുള്ളത് അത് ആ സ്റ്റുഡൻസിനെ അറ്റ്ലീസ്റ്റ് ഒരു SMS വഴിയെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവരുടെ വാട്സപ്പ് വഴിയെങ്കിലും അതൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഒന്ന് അയക്കുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നവരെടുത്ത് കൊടുക്കാനോ ഉള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം അത് പരിഗണിക്കണമെന്ന് എല്ലാ സ്കൂളുകൾക്കും അപേക്ഷിക്കുന്നു. കൂടാതെ ഈ പേരൻസ് അവർക്ക് അവകാശമുണ്ട് സ്കോർ എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടി എന്നുള്ളത് മനസ്സിലിരുത്തി ആ സ്കൂളുകളിൽ പോയിട്ട് നിങ്ങൾ അതാത് സ്കൂളുകളിൽ സ്കോർ എത്രയാണെന്ന് മാത്രം നിങ്ങൾ അറിയിക്കാൻ അന്വേഷിച്ച് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് ഒന്ന് ഏതൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എത്രത്തോളം കോച്ചിങ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. കാരണം 10th കഴിഞ്ഞ് +1-ലേക്കുള്ളതാണ്. ഇനി അങ്ങോട്ട് ഡിസിഷൻ മേക്കിംഗ് ടീമാണ്. കാരണം 10th കഴിഞ്ഞാൽ പിന്നുള്ളതെല്ലാം നമ്മളുടെ ലൈഫിൻ്റെ ആ കുട്ടികളുടെ ലൈഫിൻ്റെ ഡിസിഷൻ എന്താണോ എന്നുള്ളത്, ഏത് കാരിക്കുലത്തിലാണ് പോകേണ്ടത്, അവരുടെ പ്രൊഫഷൻ ഏതാണ് തീരുമാനിക്കേണ്ടതെന്നെല്ലാം +1 മുതലാണ് ആരംഭിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ടീച്ചേഴ്സിനും എത്രയും പെട്ടെന്ന് ഈ ഒരു ടീച്ചേഴ്സല്ല സ്കൂളിൻ്റെ അധികൃതർ, ടീച്ചേഴ്സിന് ഇതിൻ്റെ അകത്ത് വലിയ റോളൊന്നും കാണത്തില്ല, കാരണം അവർക്ക് പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടീച്ചേഴ്സ് അല്ലാതെ മറ്റേ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ആരാണോ അത് ഏതായാലും, അത് സഭയുടെ സ്കൂളായാലും അല്ലെങ്കിൽ മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ സ്കൂളായാലും അല്ലെങ്കിൽ ഇനിയൊരു റിലീജിയസ് സ്കൂളായാലും ഏതായാലും ഈ +1-ലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് നടത്തുമ്പം അതിൻ്റെ സ്കോർ അവരെ അറിയിക്കുക എന്നുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നടപ്പിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ പേരൻസും അതിനുവേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.